ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വിവോയുടെ പുതിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സീരീസായ X100 എന്ന മോഡലിനെ പറ്റി റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നേരെ വീഡിയോയിലോട്ട് പോകും. വിവോ അവരുടെ വെച്ചിൽ ഏറ്റവും അവരുടെ ബിഗ്ഗസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ആയിരിക്കും അവർ എക്സ് സീരീസ്. X90 Pro ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അടിപൊളി, അതായത് മികച്ചൊരു ഫോൺ തന്നെയായിരുന്നു അത്. ക്യാമറയ്ക്ക് വേണ്ടി, സ്പെഷ്യലായിട്ട് ക്യാമറയ്ക്ക് വേണ്ടി അടിപൊളി ഫോണായിരുന്നു അത് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീണ്ടും അവർ അതിൻ്റെ അടുത്ത സീരീസായ X100 Pro, X100 5G എന്ന രണ്ട് മോഡൽസ് ആയിരിക്കും വരുന്നത്. X100 Pro എന്തായാലും ഒരു 60 ഒരു 80-90 റേഞ്ചിനകത്തായിരിക്കും അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും X100 Proയെ പറ്റിയുള്ള വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഫുൾ HD+ AMOLED കർവ് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. 120 റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 3000 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് 3000 നിറ്റ്സ് വെച്ചുള്ള ഒരു ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. ഇതിന് നേരെ പ്രൊസസ്സറിൻ്റെ കാര്യത്തിൽ പോകുന്നതാണെങ്കിൽ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്നത് മീഡിയടെക്കിൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊസസ്സറായിട്ടുള്ള മീഡിയടെക് ഡയമൻസിറ്റി 9300 എന്ന പ്രൊസസ്സർ വെച്ചായിരിക്കും വരുന്നത്. 4nm പ്രൊസസ്സറാണ്. 11 5G ബാൻഡ് നമുക്കിതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡ്രാഗൺ 8 Gen 3 ആണ് ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സർ. അതേപോലെ തന്നെയാണ് മീഡിയടെക്കിലും 9300 ഒരു അടിപൊളി പ്രൊസസ്സർ തന്നെയാണ്. ആൻഡ്രോയിഡ് സ്കോർ ഏകദേശം 20 ലക്ഷത്തിന് മേളിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയാണ്. സെസ്സുമായി കൊളാബറേറ്റ് ചെയ്താണ് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. മെയിൻലി ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MB മെയിൻ ക്യാമറ, 50 MB ഒരു അൾട്രാ വൈഡ് ക്യാമറ, 50 MB ഒരു ടെലിഫോട്ടോ പോർട്രേറ്റ് ലെൻസ്, ഇങ്ങനെ 3 ക്യാമറ ആയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. ക്യാമറയ്ക്ക് വേണ്ടി മാത്രമായിട്ട് വിവോയുടെ തന്നെ V3 ചിപ്പ് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ ക്യാമറ നമുക്ക് കുറച്ചുകൂടെ ക്വാളിറ്റി ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് മാക്സിമം 8K 30 FPS 4K 30 FPS 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ വരുന്നത് 32 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. നമുക്കതിൽ 4K 30 FPS 60 FPS സപ്പോർട്ട് ചെയ്യും. 1080p 30 FPS 50 FPS നമുക്ക് ഫോട്ടോസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ 5400 mAh ഒരു വലിയൊരു ബാറ്ററി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ 100 വാട്ടിൻ്റെ വയേർഡ് ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫോൺ വയർലെസ്സിൽ 50 വാട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണിൽ വേണ്ട എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് ഈ മോഡൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്ത മാസം, അതായത് ജനുവരി 4 ഈ മോഡൽ ലോഞ്ച് വന്നിട്ടുള്ളത്. എന്തായാലും പ്രൈസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറൗണ്ട് 80-90. നേരത്തെ X90 Pro സമയത്ത് 85 ആയിരുന്നു. സെയിം 80-90 ആ റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. എന്തായാലും ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് 12256 ആയിരിക്കും. ചിലപ്പോൾ ഒരു 512 GB ചിലപ്പോൾ കാണും, ഉറപ്പില്ല അതിനെപ്പറ്റി. നമുക്ക് എന്തായാലും ജനുവരി 4 ബാക്കി വിശേഷങ്ങൾ കാണാം.